ഇതാണ് കേട്ടോ ഓടപ്പൂ. ഓടപ്പൂ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഓടപ്പൂ കാണുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ തൂക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഞാൻ പറയാം കേട്ടോ. കേരളത്തിലെ പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന ഒരു പ്രധാന പ്രസാദമാണ് ഓടപ്പൂവ്. ദക്ഷയാഗം നടത്തിയ കർമ്മിയുടെ താടിക്ക് പകരമായാണ് ഇത് ഭക്തർക്ക് നൽകപ്പെടുന്നത്. താടിയില്ലേ, നമ്മുടെ താടി. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന ഈ പ്രസാദത്തിന് പിന്നിൽ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ താഴെ പറയുന്ന കേട്ടോ. ഐതിഹ്യം: പരമശിവന്റെ ഭാര്യയായ സതീദേവിയുടെ പിതാവായ ദക്ഷൻ പ്രജാപതി ശിവനെ ക്ഷണിക്കാതെ ഒരു യാഗം നടത്തി. ക്ഷണിക്കാതെ യാഗശാലയിൽ എത്തിയ സതീദേവിയെ ദക്ഷൻ അപമാനിക്കുകയും മനം നൊന്ന ദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് കോപിഷ്ഠനായ പരമശിവന്റെ നിർദ്ദേശപ്രകാരം ഭൂതഗണങ്ങൾ യാഗശാല തകർക്കുകയും ദക്ഷന്റെ തലയർക്കുകയും ചെയ്തു. യാഗം പിന്നീട് ശിവന്റെ നേതൃത്വത്തിൽ പൂർത്തിയായെന്നാണ് വിശ്വാസം. ഈ യാഗത്തിൽ മുഖ്യ കർമ്മിയായിരുന്നത് ഭൃഗു മഹർഷിയായിരുന്നു. യാഗഭൂമിയിൽ കോപാകുലനായ ശിവൻ കർമ്മിയുടെ താടി പിഴുതെറിഞ്ഞുവെന്നും ആ താടിയുടെ പ്രതീകമാണ് പിന്നീട് ഓടപ്പൂവായി മാറിയെന്നുമാണ് വിശ്വാസം. കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഓട അഥവാ ഈറ്റ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓടയുടെ ചെറിയ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചീപ്പ് ഉപയോഗിച്ച് ചീകി പൂവിൻ്റെ ആകൃതിയിലാക്കുന്നു. കറ നീക്കം ചെയ്യാൻ ഇത് വീണ്ടും വെള്ളത്തിൽ കഴുകി ഉണക്കിയാണ് പൂവ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ദക്ഷയാഗം നടത്തിയ കർമ്മിയുടെ താടി പ്രസാദമായി നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏക ദേവസ്ഥാനമാണ് കൊട്ടിയൂർ. ഐശ്വര്യ പ്രതീകമാണ് ഇത്. ഈ ഓടപ്പൂ വീടുകളിലോ വാഹനങ്ങളിലോ സൂക്ഷിക്കുന്നത് വാസ്തുദോഷം അല്ലെങ്കിൽ ശനിദോഷം, രാഹു കേതു ദോഷങ്ങൾ എന്നിവയെല്ലാം മാറ്റി ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്ന വിശ്വാസം കേട്ടോ. അപ്പോൾ ഇതാണ് ഓടപ്പൂവിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഓടപ്പൂവിനെ കുറിച്ച് ഇനിയും ആൾക്കാർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ കേട്ടോ. താങ്ക് യു ഡിയേഴ്സ്, ബൈ.